ചിന്തകള് വരുന്ന ഭാഗത്താണ് ശൈത്താൻ ഇരിക്കുന്നത്. ആ ശൈത്താനെ കൊന്നെടുക്കാൻ രാവിലെ കണ്ണു തുറന്നെഴുന്നേറ്റ ഉടനെ തന്നെ പ്രഭാതം പൊട്ടിവിടുന്ന സമയത്ത് തന്നെ ധാരാളം നിൽക്കുക, ഒരുപാട് നിൽക്കുക. ആ സമയത്ത് ശൈത്താൻ അട്ടലപിച്ചുകൊണ്ട് പുറത്തു പോകുമെന്ന പിന്നെ നിന്നെ നശിപ്പിക്കാൻ ഇബ്ലീസിന് കഴിയില്ല, പിന്നെ നിന്നെ നശിപ്പിക്കാൻ ശൈത്താന് കഴിയില്ല. ആ ശൈത്താന്റെ വീര്യം ചോർന്നു പോകുന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നേരമില്ലാത്തവരാണെങ്കിൽ കിടക്കയിൽ എഴുന്നേറ്റ് വെറുമോടെ വിട്ടൊക്കെ എഴുന്നേറ്റ് വന്നവളന് അമ്മയോട് കോഫി വേണമെന്ന് പറഞ്ഞ് വായ പോലും കഴുകാറ് ആ കോഫി കുടിച്ചുകൊണ്ട് സംസ്കാരമില്ലാത്ത ജീവിതത്തിന്റെ പാശ്ചാത്യ ലോകത്തിന്റെ നാടുകളെ സമുദായത്തിന്റെ ചെറുപ്പക്കാരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അവന്റെ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിനകത്ത് ശൈത്താൻ സമർപ്പിക്കുകയാണ്, എന്നിട്ട് വസ്വാസം ഉണ്ടാക്കുകയാണ്. അതിന് പോകാൻ സമ്മതിക്കൂല, സമ്മതിക്കൂല, അല്ലാഹുവെ കടുക്കാൻ സമ്മതിക്കൂല. എന്റെ പ്രിയപ്പെട്ട പിങ്ങളെ പ്രഭാതം പൊട്ടിവിടന്നാൽ എന്തൊക്കെ അല്ലാഹുവിന് ചെയ്യാൻ പറ്റുമോ? പരിപൂർണമായ നല്ല സമയമാണ്. ആ സമയത്ത് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശൈത്താനെ തോൽപ്പിക്കാൻ പറ്റുന്നതാ. പിന്നെ നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടത്തിലേക്ക് ശൈത്താൻ കടന്നു വരൂല. ഞാൻ പറയട്ടെ, സുബഹി വാങ്ങിന് ഒരു 15 മിനിറ്റ് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മത്ത് കടന്ന് ഉണരാൻ ശ്രമിച്ചു നോക്കുക. എത്രയെങ്കിലും ത്യാഗം ചെയ്തിട്ട് അലാറം വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെന്ന് ഉണരാൻ ശ്രമിക്കുക, എന്റെ ചെറുപ്പക്കാരെന്ന് ഉണരാൻ ശ്രമിക്കുക. നിങ്ങൾ പറയുമല്ലോ, അതിന് കഴിയുന്നില്ല ഉസ്താദ്, നിനക്ക് 5 മണിക്കാണ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് എങ്കിൽ 4 മണിക്ക് എയർപോർട്ടിൽ എത്തണമെങ്കിൽ 3 മണിക്ക് ഉറക്കമെടുത്തേക്കാൻ നിനക്ക് തോന്നുന്നതെന്തുകൊണ്ടാ? ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കെട്ടുന്ന നാണയത്തൊട്ടിന്റെ സുഖമല്ലേ പൊന്നുമോനെ? അതിനെക്കാളും അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് മോനെ, അതിനെക്കാളും അല്ലാഹു പെങ്ങളെ നിനക്കൊരുക്കി വെച്ചിട്ടുണ്ട് മോള്. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ പ്രഥമ രാത്രിയിൽ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പൊട്ടിക്കടന്നുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞ ആരംഭ റസൂലിന്റെ കരളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, എനിക്ക് നിസ്കരിക്കണം നടിയേ, എനിക്ക് സുജൂദ് ചെയ്യണം നടിയേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്തുകൊണ്ടാ? എന്റെ പെങ്ങളെ, ഹൃദയം പോലത്തെ ശരീരത്തിൽ പോലും പിശാചിനെ തൊടാൻ അവസരം കിട്ടാത്ത ഈമാനിന്റെ മാണിക്യ മക്കളാണ് അവർക്ക്. എന്റെ പെങ്ങളെ, ചരിത്രം പഠിച്ചാ പോരാ. സുബഹിന്റെ സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ ആദ്യം ഉണരുമെന്ന് തീരുമാനിക്കുന്ന പെണ്ണ്, നിന്റെ ഹൃദയത്തിലേക്ക് മോശമായ ചിന്തകളെ കൊണ്ടുവരാ ഒരിക്കലും ഇബ്ലീസിന് കഴിയില്ലാന്ന് ആണയിട്ട് ഞാൻ തുറന്ന് പറയുകയാ. വേണമെങ്കിൽ മത്സരിച്ചു നോക്കിക്കോ. ശൈത്താൻ ഓടി ഒളിച്ചു പോകുന്നെങ്കില്, ഓടി ഒളിച്ചു പോകുന്നെങ്കില് ആ സമയത്ത് എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി വന്നു കൊടുക്കുകയാ. തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തുകയോ, തന്റെ മക്കളെ വിളിച്ചുണർത്തുകയോ, അവര് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകട്ടെ, വീട്ടിൽ നമസ്കരിക്കട്ടെ. ആ സമയത്ത് പെങ്ങള് നീ ഒരു 10 സ്വലാത്ത് ചൊല്ലുകയാ, ഒരു 100 സുബ്ഹാനല്ലാഹ് ചൊല്ലുകയാ, ഒരു യാസീൻ ഓതുകയാ. അന്നത്തെ ദിവസം നിന്റെ ഹൃദയത്തിനകത്ത് ഇബ്ലീസിനെ കടന്നു വരാൻ പറ്റൂല, ആത്മഹത്യ ചെയ്യാൻ തോന്നിപ്പിക്കൂല, കണ്ണു കുടിക്കാൻ തോന്നിപ്പിക്കൂല, ഹറാം ചെയ്യാൻ തോന്നിപ്പിക്കൂല. നല്ല ചിന്തകൾ മാത്രമേ വരികയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ദിവസം നിനക്ക് ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാൻ ചെറുപ്പക്കാരാ. അങ്ങനെ ചെയ്യുന്ന ദിവസം നിനക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ ചെറുപ്പക്കാരാ.